ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായി, ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടാണ് ശ്രീ വി എസിനെ കേരളീയ സമൂഹം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഒരിക്കലും അദ്ദേഹം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. അത് അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടാണെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള ഉറച്ച നിലപാടെടുത്ത ഒരു നേതാവുമായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും അത്തരം കാര്യങ്ങളിലും അദ്ദേഹം അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ജനങ്ങളോടൊപ്പം നിന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടുകയും അതിലൂടെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുള്ളൊരു നേതാവാണ്. ഒരുപക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലൊരിക്കലും നേതൃത്വമെടുത്ത തീരുമാനം പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ ശക്തമായിട്ടുള്ള നിലപാടിൻ്റെ ഫലമായിട്ട് തിരുത്തേണ്ടി വന്ന സാഹചര്യം മറ്റൊരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല. വി എസിൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെ ഉണ്ടായി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം നമ്മൾ ഇന്ന് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ, ആ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ. അങ്ങനെ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും വി എസിനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ വിടവാങ്ങൽ അത് കേരളീയ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് വളരെ വലിയ ഒരു ശൂന്യതയാണ്. അത് നികത്താൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെയുള്ള ഒരു ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം, അതിൽ ദുഃഖിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ, ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഒരു സങ്കോചമോ ഒരു ആശങ്കയോ ഉണ്ടായിരുന്നില്ല. ആശങ്കയുണ്ടാവുമല്ലോ, പാർട്ടി, സമൂഹം എങ്ങനെ ചിന്തിക്കും? അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ വളരെ കൃത്യമായി, വ്യക്തമായി, അത് അഴിമതിയുടെ കാര്യമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ആ യാഥാർത്ഥ്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് അതിൻ്റെ വരും വരായികകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ മറ്റ് പലരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ആ പ്രത്യേകത. അത് അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് എല്ലായ്പ്പോഴും തോന്നിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ഒരു കാലത്ത്? ഇപ്പോൾ ഉദാഹരണത്തിന് ബാർക്കോഴ കേസിൽ എനിക്ക് ഓർമ്മയുണ്ട്. ബാർക്കോഴ കേസിൽ അദ്ദേഹവും ഞാനും മാത്രമാണ് തിരുവനന്തപുരം കോടതിയിൽ തുടർന്നും കേസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയത്. വേറെ ആരും വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ ലാവ്ലിൻ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് അകത്തുള്ളതാണെങ്കിലും അദ്ദേഹം കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചിരുന്നു. ഈ വ്യത്യസ്ത രാഷ്ട്രീയമാകുമ്പോഴും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മകൾ അല്ല, അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ ഒരു വളരെ വലിയൊരു വ്യക്തിപരമായിട്ടുള്ള സൗഹൃദം എന്ന് പറയാവുന്ന, കാരണം അദ്ദേഹം എന്നേക്കാൾ എത്രയോ മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്, പ്രായത്തിൻ്റെ കാര്യത്തിലും അനുഭവത്തിൻ്റെ കാര്യത്തിലും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കാണാനും അതുപോലെ നിലപാടുകളുടെ കാര്യത്തിൽ പലപ്പോഴും സമാനമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആയിരിക്കണം അദ്ദേഹം ഒരു അപൂർവ സന്ദർഭങ്ങളിൽ ചില പ്രത്യേക താല്പര്യം കാണിക്കുകയും ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.